ഹായ്, അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ? അൽഹംദുലില്ലാ. പിശാചിൻ്റെ ഉപദ്രവത്തെ തൊട്ട് കാവൽ കിട്ടാൻ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് കാര്യം ഞാൻ ഇന്ന് പറയാം. 1. ഏത് കാര്യം ചെയ്യുമ്പോഴും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ആ വാക്ക്, പുണ്യമായ ആ ഒരു വചനം പറയാൻ മറന്നു പോവാൻ പാടില്ല. നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ഔദു ബില്ലാഹി എന്ന് ചൊല്ലിത്തുടങ്ങിയാൽ ആ കാര്യത്തിൽ ശൈത്വാൻ ഇടപെടൂല. 2. സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ് അത് സ്ഥിരമായി ഓതുന്ന വീടാണെങ്കിൽ അവിടെ പിശാച് ഉണ്ടാവില്ല, ഇബ്ലീസിൻ്റെ ശർറ് ഉണ്ടാവില്ല. എല്ലാ ദിവസവും, പ്രത്യേകിച്ച് എല്ലാ നമസ്കാരത്തിനൊക്കെ ശേഷം സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ് ഒക്കെ ഓതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മളുടെ കയ്യിലേക്ക് ഊതിയിട്ട് ശരീരത്തിലേക്ക് തടവുക. അത് വലിയ ഖൈറാണ്. 3. ആയത്തുൽ കുർസി ഓതുക. നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതണം. അതല്ലാതെയും നമ്മൾ ആയത്തുൽ കുർസി പരമാവധി ഓതാൻ ശ്രമിക്കുക. ആയത്തുൽ കുർസി ഓതുന്നിടത്തോളം കാലം പിശാച് നമ്മളിൽ നിന്ന് ഓടി ഓടി അകന്നകന്ന് പോകും. 4. യാസീൻ സ്ഥിരമായി ഓതുന്ന വീട്, ആ വീട്ടിൽ പിശാച് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും യാസീൻ സൂറത്ത് പതിവാക്കണം. 5. സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 5 ആയത്തും അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 3 ആയത്തും അത് ഓതുക. പിശാചിൻ്റെ ഉപദ്രവത്തെ തൊട്ട് കാവൽ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞത് 5 പോയിൻ്റാണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓതി പിശാചിൻ്റെ ഉപദ്രവത്തെ തൊട്ട് കാവൽ ചോദിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെല്ലാവരെയും പിശാചിൻ്റെ ഉപദ്രവത്തെ തൊട്ട് കാവൽ നൽകട്ടെ. ആമീൻ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ റമളാനിൻ്റെ പുണ്യമേറിയ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ മറക്കല്ലേ. എന്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.